അപ്പോൾ നമുക്ക് 35 മാർക്ക് ഉറപ്പ് വരാനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യാം, മിസ് ഇപ്പോൾ ഈ പറഞ്ഞു തരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാരത്തോൺ ക്ലാസ്സുകളും എന്തായാലും നിർബന്ധമായിട്ടും കാണണം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്, ഒരു കുഞ്ഞൊരു സാമ്പിൾ പഠിക്കട്ടെ. ദെൻ ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാരത്തോൺ ലൈവ് എന്തായാലും കണ്ട് അതിൽ നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ അടിപൊളിയായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു 35 മാർക്ക് നിർബന്ധമായിട്ടും അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് എന്തായാലും കിട്ടണമെന്ന് ആ ഒരു വാശിയോട് കൂടെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കേണ്ട ചോദ്യങ്ങളൊക്കെയാണ് നമ്മൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ തന്നെ ബാക്കിയുള്ള, അതായത് ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടുത്തെ എ എന്ന് പറയുന്ന ഭാഗത്ത് കുറച്ച് ഓർഗാനിസംസിനെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, ബി എന്ന് പറയുന്ന ഭാഗമായിട്ട് അതിൻ്റെ എങ്ങനെയാണ് അത് മൂവ് ചെയ്യുന്നത് എന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എ എന്നുള്ളത് ബി ആയിട്ട് മൂവ് മാച്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ബാക്ടീരിയ എങ്ങനെയാണ് മക്കളെ മൂവ് ചെയ്യുന്നത്? ബാക്ടീരിയ മൂവ് ചെയ്യുന്നത് അവരെന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്? ഫ്ലജല്ലയുടെ സഹായത്തോടു കൂടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി അമീബയുടെ നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണുള്ളത്? അവർക്കാണെങ്കിൽ സ്യൂഡോപോഡിയാണ് ഉള്ളത് അല്ലേ. ദെൻ ഹൈഡ്രയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈഡ്രയ്ക്ക് എന്താണുള്ളത്? ഹൈഡ്രയ്ക്ക് നോക്കുകയാണെങ്കിൽ ടെൻഡക്കിൾസ് ആണുള്ളത്. ദെൻ പക്ഷികൾ മൂവ് ചെയ്യുന്നതിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്? വിങ്സിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ദെൻ ഫിഷ് നോക്കുകയാണെങ്കിൽ എന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും? ഫിൻസിൻ്റെയും ടെയിൽസിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ്. ദെൻ ഹ്യൂമൻ ബീങ്സ് നോക്കുകയാണെങ്കിൽ എന്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടായിരിക്കും? ലിംസിൻ്റെയും ലെഗ്സിൻ്റെയും അല്ലെ, കൈകാലുകളുടെ സഹായത്തോടു കൂടിയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നോക്കി വയ്ക്കുക. ഓരോ ഓർഗാനിസം അതിൻ്റെ ടൈപ്സ് ഓഫ് മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഐഡന്റിഫൈ ദ പാർട്ട് എ ആൻഡ് ബി ആൻഡ് നെയിം ദം. ഓക്കെ, ഇതിൽ എയും ബിയും എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇതിൽ ബി എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഭാഗമാണ് അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നത് ഏതാണ് മക്കളെ? ബി എന്ന് പറയുന്നത് നമ്മുടെ മയോസിനാണ് അല്ലേ. ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മയോസിനാണ്. പിന്നെ അതേപോലെ തന്നെ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ആക്റ്റിൻ ഫിലമെൻ്റ് ആണ്. ഇവന്മാരെ നമുക്ക് എപ്പോഴും എന്ത് ചോദിക്കും? നമുക്ക് മാർക്ക് ചെയ്യാനുള്ള തരത്തിൽ എപ്പോഴും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവന്മാരുടെ കോൺട്രാക്ഷൻ റിലാക്സേഷൻ വഴിയായിട്ടാണ് നമുക്ക് ബോഡി മസിൽസിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ സാധ്യമാകുന്നത്. ഓക്കെ, ഇനി അടുത്തത് മക്കളെ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് അനലൈസ് ദ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ടൈപ്സ് ഓഫ് മസിൽസ്. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. സെൽസ് ദാറ്റ് ആർ ഡിവൈഡഡ് ഇൻ ടു ബ്രാഞ്ചസ്. ഓക്കെ, പല ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു രീതിക്കും ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് ഐഡന്റിഫൈ the muscles indicated as x and y, then write any two peculiarities of the muscle indicated as y എന്നൊക്കെ പറഞ്ഞിട്ട് സെയിം ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടും ഏകദേശം ടൈപ്പ് തന്നെയാണ്. അപ്പം നമുക്കിവിടെ നോക്കി നോക്കാം. ബ്രാഞ്ച് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഏതാണ് മക്കളെ? പല ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് കാർഡിയാക് മസിൽസ് അഥവാ ശാഖകളായിട്ട് തിരിഞ്ഞിട്ടുള്ളത് നമ്മുടെ ഹൃദയപേശിയാണ് അല്ലെ. ഹൃദയപേശികളാണ് അഥവാ കാർഡിയാക് മസിൽസ് ആണ്. സ്പിൻഡിൽ ഷേപ്പ്ഡ് സെൽസ്, സ്പിൻഡിൽ ആകൃതിയിലുള്ളത് ഏതാണ്? അത് നമ്മുടെ സ്മൂത്ത് മസിൽസ് ആണ്, സ്പിൻഡിൽ ഷേപ്പിലുള്ളത്. ഓക്കെ, സെൽസ് വിത്ത് സ്ട്രയേഷൻസ് ഉള്ളത് ഏതാണ്? സ്ട്രയേഷൻസ് ഉള്ളത് നമുക്ക് രണ്ടെണ്ണം ഉണ്ട്. അതായത് രണ്ടെണ്ണത്തിലെ രേഖകൾ, കുറുകിയ വരകളുണ്ട്. അതൊന്നില്ലെങ്കിൽ നമ്മുടെ കാർഡിയാക് മസിൽസ് എഴുതാം, കാർഡിയാക് മസിൽസിലുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ സ്കെലിറ്റൽ മസിൽസിലുണ്ട്, അതായത് അസ്ഥിപേശിയിലുണ്ട്. ഓക്കെ, ഐഡന്റിഫൈ ദ മസിൽസ് ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ്. ഏതൊക്കെയാണ് മസിൽസ്? ഫസ്റ്റത്തെ കൊടുത്തിട്ടുള്ളത് സ്കെലിറ്റൽ മസിൽസ് ആണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് കൊടുത്തിട്ടുള്ള ഏതാണ്? സെയിം നേരത്തെ കണ്ട അതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് ഏതായിരിക്കും മക്കളെ? നമ്മുടെ സ്മൂത്ത് മസിൽസ് ആണ് അഥവാ മീനസപേശിയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇത് കൊടുത്തിട്ടുള്ള ഏതാണ്? നമ്മുടെ കാർഡിയാക് മസിൽസ് ആണ്. ഓക്കെ, അപ്പോൾ പിക്ചർ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സെയിം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. മെൻഷൻ എനി വൺ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ദീസ് ടു ബോൺസ്. അതായത് ഇവിടെ രണ്ടെണ്ണമല്ല കൊടുത്തിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മുടെ ആരൊക്കെ കൊടുത്തിട്ടുള്ളത്? നമ്മുടെ കാർഡിയാക് മസിൽസ്. ഇവിടെ ഏന്ന് കൊടുത്തിട്ടുള്ളത് ആരാണ് മക്കളെ? ഇത് നമ്മുടെ കാർഡിയാക് മസിൽസ് ആണ് അല്ലേ. കാർഡിയാക് മസിൽസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്മൂത്ത് മസിൽസ് ആണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഏതെങ്കിലും ഒരു സിമിലാരിറ്റി ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് കാര്യത്തിലുള്ള സിമിലാരിറ്റി ഉള്ളത്? ഇവർ രണ്ടുപേരും ചെയ്യുന്നത് എന്താണ്? രണ്ടുപേരും നോക്കിക്കഴിഞ്ഞാൽ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ് രണ്ടുപേരും കാണിക്കുന്നത്. ഓക്കെ, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് അതായത് അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്ന ആൾക്കാരാണ് ഇവർ രണ്ടുപേരും എന്നുള്ളതാണ് അവിടെ രണ്ടുപേർക്കുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇവർ രണ്ടുപേരും പ്രത്യേകത ചോദിച്ചത് ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ത് ചെയ്താൽ കാർഡിയാക് മസിൽസ് ഹൃദയത്തിനോട് ചേർന്ന് കാണുന്നു, അനൈച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നു. സ്മൂത്ത് മസിൽസ് ആണെങ്കിൽ എന്താണ്? ഇവിടെ ആണെങ്കിൽ കുറുകിയ വരകളുണ്ടെന്നൊക്കെ എഴുതാം. ഓക്കെ, സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. ഇവിടെ ആണെങ്കിൽ കുറുകിയ വരകളില്ല, സ്പിൻഡിൽ ആകൃതിയിലാണ് അല്ലേ. അതായത് എന്താണ്? ഇങ്ങനെ കൂർത്ത് നിൽക്കുന്നതാണ്, സ്പിൻഡിൽ ആകൃതിയിലാണ് കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറുകിയ വരകളില്ല, സ്മൂത്ത് മസിൽസ് ആണ്, ഇന്റേണൽ ഓർഗൻസിലാണ് കാണുന്നത്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അവിടെ അതിന് ആൻസർ ആയിട്ട് എഴുതാനായിട്ട്
കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ഡാഷ് ഈസ് എ മെംബ്രെയിൻ ദാറ്റ് കവേഴ്സ് ഈച്ച് ബോണ്ട്. ഓരോ ബോണ്ടിനെയും കവർ ചെയ്യുന്ന പൊതിഞ്ഞ് കാണപ്പെടുന്ന ആവരണത്തിന് നമ്മൾ എന്താ പറയുക? അതിനെയാണ് നമ്മൾ പെരിയോസ്റ്റിയം എന്ന് പറയും. ഓക്കെ, പെരിയോസ്റ്റിയം എന്നാണ് ഓരോ മെംബ്രെയിനും കവർ ചെയ്ത് കാണപ്പെടുന്ന ആവരണത്തിന് പറയാം. റൈറ്റ് ഡൗൺ ദ ഫംഗ്ഷൻ ഓഫ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളുടെ ധർമ്മം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ എഴുതാം? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ആണ് നമുക്ക് മിനറൽസിനെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അവരെ സ്ട്രോങ് ആക്കാനും ഫേം ആക്കാനും സഹായിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ നമ്മുടെ ബോൺസിനൊക്കെ ഗ്രോത്തിനും റിപ്പയറിനും സഹായിക്കുന്നു. എന്തൊക്കെയാണ്? അസ്ഥികളുടെ വളർച്ച, കേടുപാടുകൾ പരിഹരിക്കൽ, പിന്നെ അതേപോലെ തന്നെ ധാതുക്കളെ നിക്ഷേപിച്ച് എല്ലുകളെ ശക്തവും ദൃഢവുമാക്കൽ, ഇതൊക്കെ നിർവഹിക്കുന്നതാണ് അസ്ഥികളിലെ ഓസ്റ്റിയോബ്ലാസ്റ്റ് കോശങ്ങളാണ് ഇതിനൊക്കെ സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബോൺസ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ ടോട്ടൽ ബോൺസ് നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇവിടെ നമുക്ക് ടോട്ടൽ ബോൺസ് നോക്കി 206 ബോൺസ് ആണ് നമുക്ക് ടോട്ടൽ ആയിട്ടുള്ളത്. ഇനി വിച്ച് ആർ ദ ബോൺസ് ഇൻക്ലൂഡഡ് അണ്ടർ ആക്സിയൽ സ്കെലിറ്റൻ? അക്ഷാസ്ഥി കൂടത്തിൽ പെടുന്ന ബോൺസുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? ആക്സിയൽ സ്കെലിറ്റൻ എന്നാണ് നമ്മുടെ ആ ഒരു സെൻട്രൽ ആക്സിസിൽ കാണപ്പെടുന്ന ബോൺസ് ആണ് ഇതിൽ വരുന്നത്, അക്ഷാസ്ഥി കൂടത്തിൽ വരുന്നത് അല്ലേ. അപ്പോൾ അതെന്ന് പറയുമ്പോൾ ആരൊക്കെയായിരിക്കും വരിക? സ്കള്ള്, സ്റ്റേണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം അല്ലേ. ആരൊക്കെയാണ്? തലയോട്, മാറല്, വാരിയലുകൾ, നട്ടെല്ല്. ഓക്കെ, ഇത് പഠിച്ചു വെക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് എന്തായിരുന്നു ക്വസ്റ്റ്യൻ? നമ്മൾ അടുത്തത് അനുബന്ധാസ്ഥി കൂടമായിരുന്നു. ഇവിടെ പോയി നമ്മുടെ ക്വസ്റ്റ്യൻ ഓക്കെ, വിച്ച് ആർ ദ ബോൺസ് ഇൻക്ലൂഡഡ് ഇൻ ദ അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ? അപ്പെൻഡിക്കുലർ സ്കെലിറ്റൻ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെ ആയിരിക്കും വിടാം? അതിലാണ് പെക്ടറൽ ഗേർഡില്, ഫോർ ലിംബിലെ ബോൺസ്, പെൽവിക് ഗേർഡില്, ഹൈൻഡ് ലിംബിലെ ബോൺസ്. അതായത് നമ്മുടെ തോൾവലയം, കൈകളിലെ അസ്ഥികൾ, ശ്രോണി വലയം, കാലിലെ അസ്ഥികൾ, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത് അനുബന്ധാസ്ഥി കൂടത്തിൽ വരുന്ന അസ്ഥികൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ജോയിൻസിന്റെ ഭാഗത്ത് നിന്ന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇവിടെ റീഡ്രോ ചെയ്യാനായിട്ടുള്ള രീതിക്കാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. റീഡ്രോ ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വളരെ സിമ്പിളാണ് അല്ലേ. അതായത് നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? 2 ബോൺസ് വരയ്ക്കാം. ഓക്കെ, മിസ് വരച്ച് കാണിച്ചാൽ ഓക്കെ, 2 ബോൺസ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ വരയ്ക്കാം. ഇത് തരുമ്പോൾ മിസ്സിൽ ഇത് വരച്ചിട്ട് അത്ര ശീലമില്ല. അതാ നമ്മൾ സ്മാർട്ട് ബോർഡിൽ വരച്ചിട്ട് ഇതിൽ വരയ്ക്കുമ്പോൾ ഇവിടെ ആവുന്നില്ല. നല്ല തൽക്കാലത്തിന് നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഓക്കെ ഓക്കെ, 2 ബോൺസ് വരയ്ക്കാം. ദെൻ ബോൺസിന് ചുറ്റും ആരുണ്ട്? ബോൺസിന് ചുറ്റും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആരെ വരയ്ക്കാം? നമ്മുടെ നമ്മുടെ കാർട്ടിലേജിനെ നമുക്ക് വരച്ചെടുക്കാം. കാർട്ടിലേജ് എന്താണ്? ബോൺസിന് ചുറ്റുമായിട്ട് നമ്മുടെ കാർട്ടിലേജസ് കാണുന്നുണ്ട് അല്ലേ. എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ഘർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ കാർട്ടിലേജസ് നമ്മൾ വരച്ചു. പിന്നെ അതിനുശേഷം എന്തുണ്ട്? ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുണ്ട് മക്കളെ? ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സൈനോവിയൽ മെംബ്രെയിൻ. സൈനോവിയൽ മെംബ്രെയിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഒരു ഫ്ലൂയിഡ് അവിടെ സെക്രേറ്റ് ചെയ്യുന്നുണ്ട്, അതാണ് എന്ത്? സൈനോവിയൽ ഫ്ലൂയിഡ്. ഓക്കെ, പിന്നെ ഇതിന് ചുറ്റും ആരുണ്ട്? നമ്മുടെ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. പിന്നെ അതിന് ചുറ്റുമായിട്ട് ആരുണ്ട്? അതിന് ചുറ്റുമായിട്ട് നമ്മുടെ ലിഗമെൻ്റ് ഉണ്ട്. ഓക്കെ, ഇത്രയൊക്കെയാണ് അതിൽ വരുന്ന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, റെഡി? ഇതിന് ശരിക്കുള്ള പിക്ചർ മിസ് ബോർഡിൽ വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി ലൈവിലുണ്ടായിരിക്കും. ഇവിടെ മിസ്സിന് ഈ ഐപാഡിൽ വരയ്ക്കാൻ മിസ്സിന് അത്ര എളുപ്പമില്ല, അത്ര അങ്ങോട്ട് വശമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇതിൻ്റെ ഓൾറെഡി മിസ് വരച്ചിട്ടുണ്ട്, അത് എൻ്റെ കുട്ടികളൊന്ന് നോക്കാം. ഓക്കെ, റെഡി? അപ്പോൾ ഇതിൽ നമ്മൾ ഓരോ ഭാഗങ്ങൾ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് വരിക? യെസ്, ഈ റെഡ് കളറിൽ നമ്മൾ വരച്ചത് അതാണ് നമ്മുടെ കാർട്ടിലേജ് അഥവാ തരുണാസ്ഥി. പിന്നെ അതേപോലെ തന്നെ ഇതെന്താണ്? നമ്മുടെ സൈനോവിയൽ മെംബ്രെയിൻ. സൈനോവിയൽ മെംബ്രെയിൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡാണ് എന്ത്? അതാണ് സൈനോവിയൽ ഫ്ലൂയിഡ് അഥവാ സൈനോവിയൽ ദ്രവം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ പുറത്തായിട്ട് ആരുണ്ടായിരുന്നു? നമ്മുടെ ക്യാപ്സ്യൂളുണ്ട്. ക്യാപ്സ്യൂളിൻ്റെ പുറത്തായിട്ട് ആരുണ്ട്? ക്യാപ്സ്യൂളിൻ്റെ പുറത്തായിട്ട് നമ്മുടെ ലിഗമെൻ്റ് ഉണ്ട്. ലിഗമെൻ്റാണ് ഇത് ചെയ്യുന്നത്, 2 എണ്ണത്തിനെ ഒരുമിച്ച് കറക്റ്റായിട്ട് നിർത്താനായിട്ട് സഹായിക്കുന്നു. ഓക്കെ, റെഡി ആണല്ലോ? ഇത്രയാണ് നമുക്ക് അതിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. റെഡി, സെറ്റ് അല്ലേ? ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നെയിം ദ പാർട്സ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ആൻഡ് വൈ. ഇതിൽ എക്സും വൈ എന്ന് പറയുന്ന ഭാഗം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് മക്കളെ? ഇവിടെ വൈ എന്ന് കൊടുത്തിട്ടുള്ള എന്താണ്? ഈ ഭാഗം അല്ലേ, അതാണ് നമ്മുടെ കാർട്ടിലേജ്. ഓക്കെ, ഇവിടെ എക്സ് എന്ന് കൊടുത്തിട്ടുള്ള എന്താണ്? സൈനോവിയൽ ഫ്ലൂയിഡ് ആണ് എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് എക്സ് ആൻഡ് വൈ. ഇവരെന്താണ് ചെയ്യുന്നത്? ഇവരെന്താണ് സഹായിക്കുന്നത്? റെഡ്യൂസ് ദ ഫ്രിക്ഷൻ അല്ലേ. അതായത് എന്താണ്? ആ ഒരു ഉരസൽ തടയാനായിട്ടാണ് അല്ലേ, ആ ഒരു ഘർഷണം കുറയ്ക്കാനായിട്ടാണ് സഹായിക്കുന്നത്. അപ്പം റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ ബോൺസ് എന്നുള്ള രീതിക്ക് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, ബിറ്റ്വീൻ ബോൺസ്. ഓക്കെ, ബോൺസിൻ്റെ ഇടയിലുള്ള ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ സൈനോവിയൽ മെംബ്രെയിനും അതേപോലെ തന്നെ നമ്മുടെ സൈനോവിയൽ ഫ്ലൂയിഡും അതേപോലെ തന്നെ കാർട്ടിലേജും. ഓക്കെ, പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ്.
സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഹാപ്പൻസ് ടു ദ ഫ്ലെക്സർ മസിൽ ആൻഡ് എക്സ്റ്റൻസർ മസിൽ ഡ്യൂറിങ് ദ ഹോൾഡിംഗ് ഓഫ് ഹാൻഡ്സ്? അതായത് കൈ മടക്കുമ്പോൾ മടക്കൽ പേശിക്കും നിവർത്തൽ പേശിക്കും എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും മക്കളെ സംഭവിക്കുക? കൈ മടക്കുന്ന സമയത്ത് ഫ്ലെക്സർ മസിൽ എന്ത് ചെയ്യുന്നു? കോൺട്രാക്ട് ചെയ്യുന്നു. എക്സ്റ്റൻസർ മസിൽ റിലാക്സ് ചെയ്യുന്നു അല്ലേ? ദെൻ നിവർത്തുമ്പോഴാണ് എന്ത് ചെയ്യുക? ഫ്ലെക്സർ മസിൽ റിലാക്സ് ചെയ്യുന്നു, എക്സ്റ്റൻസർ മസിൽ നേരെ കോൺട്രാക്ട് ചെയ്യും അല്ലേ? മടക്കുന്ന സമയത്ത് മടക്കൽ പേശി സങ്കോചിക്കുന്നു, നിവർത്തൽ പേശി എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. ഓക്കെ, വാട്ട് ഈസ് മെൻ ബൈ ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്? എന്താണ് മക്കളെ ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് വെച്ചാൽ ഇതേപോലെ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആക്ഷൻസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അതാണ് നമ്മൾ ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് വിളിക്കുക അല്ലേ? അതായത് വെൻ വൺ മസിൽസ് കോൺട്രാക്ട്സ് അനദർ മസിൽ റിലാക്സസ് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള ഓപ്പോസിറ്റ് ആക്ഷൻ ചെയ്യുന്ന മസിൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് അഥവാ പ്രതിദ്വന്ദ്വി പേശികൾ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എന്തായാലും നിർബന്ധമായിട്ട് പഠിച്ചു വയ്ക്കുക. ദെൻ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്യാം. അതായത് എന്താണ്? ഹിൻസ് റിലേറ്റഡ് ടു സർട്ടൻ ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു ബോൺസ് ആർ ഗിവൺ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇവിടെ കുറച്ച് സൂചനകൾ തന്നിട്ടുണ്ട്. ഇവിടെ പാർട്സ് ഓഫ് ബോൺസ് ഗെറ്റ് ഡാമേജ്ഡ്, ബോൺസ് ബിക്കം പോറസ് അല്ലെ? എന്താണ്? അസ്ഥിഭാഗങ്ങൾ നശിക്കുകയും അതിലെ സുഷിരങ്ങൾ രൂപപ്പെട്ട അസ്ഥികളുടെ കാഠിന്യം നഷ്ടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഏതാണ് മക്കളെ? ഇത് യെസ്, ഈ ഒരു അവസ്ഥയാണ് നമ്മുടെ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയില്ലേ? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന അവസ്ഥയാണിത്. ഓക്കെ, ഇനി അടുത്തത് ഇഞ്ചുറി വിച്ച് ഈസ് കോസ്ഡ് ബൈ സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെന്റ്സ് വിച്ച് കണക്ട് ദ ബോൺസ് ഇൻ എ ജോയിന്റ് അല്ലെ? ലിഗമെന്റ്സ് സ്ട്രെച്ച് ചെയ്യോ ബ്രേക്ക് ചെയ്യോ മൂലം ഉണ്ടാകുന്ന അസുഖം ഏതാണ് മക്കളെ? സ്പ്രെയിൻ അഥവാ ഉളുക്കാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അപ്പോൾ ഐഡന്റിഫൈ ദ ഡിസോർഡേഴ്സ് കണ്ടുപിടിച്ചില്ലേ? ഇനി വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡിസോർഡർ മെൻഷൻ ഇൻ എയിലേക്ക് കാരണം എന്താണ് മക്കളെ? ഈ പറയുന്ന ഓസ്റ്റിയോപോറോസിസ് നടക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസ് നടക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ പറയുക? അവിടെ ഡെഫിഷ്യൻസി ഓഫ് കാൽസ്യം വൈറ്റമിൻസ് അതേപോലെ തന്നെ പ്രോട്ടീൻസ് ഇതിൻ്റെയൊക്കെ കുറവ് മൂലം അല്ലെങ്കിൽ നമ്മുടെ വൈറ്റമിൻ ഡിയുടെ ഒക്കെ കുറവ് മൂലമാണ് എന്തുണ്ടാകുന്നത്? ഈ പറയുന്ന ഓസ്റ്റിയോപോറോസിസ് എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. ദെൻ അതിനുശേഷം നമുക്ക് എന്താണ് നമുക്ക് നമ്മുടെ അർച്ചന മിസ്സിൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കാനുണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വേഗം തന്നെ നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുക. അപ്പോൾ ഇനി മാരത്തോൺ ലൈവുകൾ ആരും തന്നെ മിസ്സാക്കരുത്, എല്ലാവരും നന്നായിട്ട് കാണുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൂടിയാണ് നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. ഹലോ മക്കളെ, അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള ചാപ്റ്റേഴ്സിൻ്റെയും കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ നോക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു ടോപ്പിക്സ് ഒക്കെ എന്തായാലും നിങ്ങൾ കവർ ചെയ്യണം. അതിൻ്റെ അർത്ഥം ഒരിക്കലും ഇത് മാത്രം പഠിച്ചു പോകാമെന്നല്ല. നിങ്ങൾക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് നിങ്ങൾ എന്നുള്ളതെന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്സ് എങ്കിലും കവർ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ അല്ലെങ്കിൽ ശ്വസനവും വിസർജനവും എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് മെക്കാനിസം ഓഫ് റെസ്പിറേഷൻ, നമ്മൾ ഇൻസ്പിറേഷൻ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, എക്സ്പയറേഷൻ നടക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ 2 സ്റ്റേജസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ഇല്ലേ, നമ്മുടെ ഗ്ലൈക്കോലൈസിസും ക്രെബ്സ് സൈക്കിളും, അത് എവിടെ വെച്ച് നടക്കുന്നു, ഓരോന്നിലും എത്ര എനർജിയാണ് ഉണ്ടാവുന്നത്, എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നത്, എന്ത് ഉൽപ്പന്നങ്ങൾ എന്ത് പ്രൊഡക്ട്സ് ആണ് ഉണ്ടാവുന്നത്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എനൈറോബിക് റെസ്പിറേഷൻ, നമ്മുടെ ഈസ്റ്റിൻ്റെയും ബാക്ടീരിയയുടെയും കാര്യത്തിൽ തൈര് ഉണ്ടാകുന്നതും പിന്നെ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ നമ്മുടെ സ്ട്രക്ചർ ഓഫ് കിഡ്നി അല്ലെങ്കിൽ നമ്മുടെ നെഫ്രോൺ ചോദിക്കാം. ഒന്നുകിൽ നെഫ്രോണിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താനോ അതല്ലാന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ നമ്മുടെ റീനൽ ആർട്ടറി, റീനൽ വെയിൻ, അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഈ നെഫ്രോണിൻ്റെ ഭാഗത്ത് തന്നെ നമുക്ക് യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്പിലേക്ക് വരുമ്പം എങ്ങനെയാണ് ഈ പ്രഷർ ഗ്ലോമെറുലസിൽ ഈ പ്രഷർ ഉണ്ടാവുന്നത് എന്നുള്ള രീതിയിലുള്ളൊരു ചോദ്യം വരാം. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഉത്തരം എന്താണ്? കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലോമെറുലസിലെ എഫറൻറ്റ് വെസലിലെയും ഇഫറൻറ്റ് വെസലിലെയും വ്യാസ വ്യത്യാസം, ആ ഒരു ഭാഗം കുറച്ച് പ്രധാനപ്പെട്ടതാണ്. പിന്നെ അസുഖങ്ങൾ, നമുക്കൊരു ടേബിൾ ഫോർമാറ്റിലൊരു അസുഖം തന്നിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റെസ്പിറേഷൻ ആൻഡ് എക്സ്ക്രീഷൻ ഇൻ അതർ ഓർഗാനിസം, റെസ്പിറേഷൻ്റെ ഏരിയയിലും മറ്റുള്ള ജീവികളിലുള്ള റെസ്പിറേഷൻ എങ്ങനെയാണ്, അതുപോലെ പ്ലാന്റ്സിലുള്ള റെസ്പിറേഷൻ എങ്ങനെയാണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമ്മുടെ എക്സ്ക്രീഷൻ, പ്ലാന്റ്സിൽ എങ്ങനെയാണ്, മറ്റുള്ള ജീവികളിൽ എങ്ങനെയാണ്, അത് ശ്രദ്ധിക്കാതെ വിടുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൽ നിങ്ങൾക്കറിയാം ഫെർട്ടിലൈസേഷൻ അല്ലെങ്കിൽ ബീജ സംയോഗം വരെ ഉള്ളൂ. അപ്പോൾ അതിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള ആ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ഇംപ്ലാന്റേഷൻ നടക്കുന്നതുമായിട്ടുള്ള ആ ഒരു ഡയഗ്രാം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമ്മുടെ ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മുടെ അഡോളസൻസിൻ്റെ സമയത്ത് കൗമാര കാലഘട്ടത്തിൽ എന്താണ് ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ഗേൾസിൽ മെൻസ്ട്രേഷൻ, ബോയ്സിലാണെങ്കിൽ ഇറക്ഷൻ ഉണ്ടാകും, ഇജാക്കുലേഷൻ ഉണ്ടാകും, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലാതെ അപ്പിയറൻസിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അതൊക്കെ ഒന്ന് ജസ്റ്റ് അറിഞ്ഞിരിക്കാം. പിന്നെ ഫസ്റ്റ് ടേമിലെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡൈജഷനും
അതുപോലെ സർക്കുലേഷനും ആ ഭാഗത്ത് ഡൈജഷൻ്റെ സെക്ഷനിൽ ആ ടൂത്തിൻ്റെ സ്ട്രക്ചർ വില്ലസിൻ്റെ സ്ട്രക്ചറൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. സർക്കുലേഷൻ്റെ കാര്യം വരുമ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ സ്ട്രക്ചർ, പിന്നെ ആ എസ് എ നോഡിൻ്റെ ഏരിയ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ടെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ ബയോളജിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും, അതായത് ലാസ്റ്റ് മിനിറ്റിൽ കുറച്ച് ആൾക്കാർ ലൈവിൽ വന്ന് ചോദിക്കാറില്ലേ മിസ് എന്ത് പഠിച്ചാലാണ് ഫുൾ മാർക്ക് കിട്ടുക, എന്ത് പഠിച്ചാലാണ് A+ കിട്ടുക എന്നുള്ള. അപ്പം നിങ്ങൾ ഇതെങ്കിലും എന്തായാലും നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇനി അതല്ല എല്ലാം പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഒന്ന് റിവൈസ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇതേപോലെ ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലുണ്ട്, അതെൻ്റെ മക്കൾ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ലൈവൊക്കെ അറ്റൻഡ് ചെയ്യുക. റെഡി? അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് തന്നെ പഠിക്കുക.